സാധാരണ താപനിലയിലും മർദ്ദത്തിലും ഒരു അലസവാതകത്തെ പോലെ പെരുമാറുന്ന വാതകമാണ് നൈട്രജൻ. ബാഷ്പീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ബൾബിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ. സാധാരണ താപനിലയിലും മർദ്ദത്തിലും ഒരു അലസവാതകത്തിലെ പോലെ പെരുമാറുന്ന വാതകമാണ് നൈട്രജൻ. ഊർജ്ജക്ഷമത കൂടിയും പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതുമായ ബൾബുകളാണ് LED ബൾബുകൾ. ഊർജ്ജക്ഷമത കൂടിയതും പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതുമായ ബൾബുകൾ LED ബൾബുകൾ. LED ലൈറ്റ് LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് അർത്ഥം. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED ബൾബിന്റെ ഭാഗങ്ങളാണ്: ഒന്ന്, ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹ ഭാഗം, അത് ബേസ് യൂണിറ്റ് ആണ് E22 എന്ന് പറയുന്നത്. ബേസ് യൂണിറ്റ് E22. ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹ ഭാഗമാണ് ബേസ് യൂണിറ്റ് E22. ബൾബിന്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. LED ബൾബിന്റെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. അപ്പോൾ LED ബൾബിന്റെ ഭാഗങ്ങളാണ്: ഒന്ന്, ബേസ് യൂണിറ്റ് E22, ബൾബിനെ ഹോൾഡറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ്, ലോഹ ഭാഗമാണ്. അതുപോലെ ഹീറ്റ് സിങ്ക്, ബൾബിന്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ താപം ആഗിരണം ചെയ്യുന്ന ബൾബിന്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ്, അത് ബേസ് പ്ലേറ്റ് ആണ്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് ബേസ് പ്ലേറ്റ്. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റ് ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന പവർ സപ്ലൈ ബോർഡ്. AC വൈദ്യുതിയെ DC ആക്കി ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്നത് പവർ സപ്ലൈ ബോർഡ്. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത് PCBയിലാണ്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? PCB, ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് LEDകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. ഡിഫ്യൂസർ കപ്പും ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പും. ഏതൊക്കെയാണ് ബൾബിന്റെ ഭാഗങ്ങൾ? ബേസ് യൂണിറ്റ് E22, ബൾബിനെ ഹോൾഡറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ഹീറ്റ് സിങ്ക്, താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ്. ബേസ് പ്ലേറ്റ്, ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് ആണ് ബേസ് പ്ലേറ്റ്. ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ, LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്ന സ്ക്രൂകളാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. AC വൈദ്യുതി DC ആക്കി മാറ്റുന്ന പവർ സപ്ലൈ ബോർഡ്. AC വൈദ്യുതി DC ആക്കി ആവശ്യമായ വോൾട്ടേജ് നൽകുന്ന പവർ സപ്ലൈ ബോർഡ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്.